ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോഴത്തേക്ക് ഏറ്റവും വെയിറ്റ് കുറഞ്ഞ പോട്ടി മിക്സാണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോഴത്തേക്ക് മണ്ണ് കുറച്ച് നമുക്ക് നല്ല രീതിയിൽ കരിയില നമുക്ക് അടിവളമായിട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഗ്രോ ബാഗിനകത്തൊക്കെ നിറയ്ക്കാൻ പറ്റും. അപ്പം നമ്മൾ കരിയില കുറച്ച് നിറയ്ക്കുന്നതിനെക്കാട്ടും നല്ലത് കരിയില നമുക്ക് കമ്പോസ്റ്റാക്കി എടുക്കാം. കമ്പോസ്റ്റാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മഴയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് 1 മാസം 1.5 മാസം കൊണ്ടൊക്കെ പൂർണ്ണമായിട്ട് ഈ ഒരു പരുവത്തിലാക്കി കിട്ടും. ഈ ഒരു പരുവത്തിൽ നമുക്ക് നമ്മുടെ ഗ്രോ ബാഗിൻ്റെ അത് നിറയ്ക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഇത് നിറയ്ക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ മണ്ണ് കൂടെ നമുക്ക് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതിനോട് കുറച്ച് ചാണകപ്പൊടിയും ഇത് മാത്രമായിട്ട് നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സിറയൊക്കെ വെച്ച് പിടിപ്പിച്ചപ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും കരിയിലയും ചാണകപ്പൊടിയും മാത്രമായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നല്ല റിസൾട്ടാണ് ഈ ഒരു കരിയില കമ്പോസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൂടെ നല്ല രീതിയിൽ ഫോസ്ഫറസ് ഉണ്ട്, അതുപോലെ തന്നെ പൊട്ടാഷ്, നൈട്രജൻ എന്നിങ്ങനെ എല്ലാ മൂലകങ്ങളും നല്ല രീതിയിൽ നമുക്ക് ഈ കരിയില കമ്പോസ്റ്റിനകത്തൂടെ കിട്ടും. അപ്പം ഇതുപോലൊരു വലിയ ചാക്കിനകത്ത് ഞാൻ കരിയില, നമ്മുടെ വീട്ടിൽ കൂടുതലും മാവാണ് നിൽക്കുന്നത്. അപ്പം മാവിലയും അതുപോലെ തന്നെ പ്ലാവുണ്ട് കേട്ടോ, പ്ലാവിലയും കൂടാണ് നമ്മളിതിനകത്ത് നിറച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നിറച്ചിട്ട് ഏകദേശം 1 മാസമൊക്കെ ആയിട്ടുള്ളൂ. കണ്ടോ ഇതിനകത്ത്. അപ്പം ഈ ഒരു സമയത്തൊക്കെ മഴയുള്ള സമയത്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് നല്ല രീതിയിൽ നമുക്കിത് പൊടിഞ്ഞു കിട്ടും. കണ്ടോ, ഇത് കണ്ടോ, മണ്ണ് പോലെ നമുക്ക് ഏകദേശം പൊടിഞ്ഞു വരും. അപ്പോൾ ഈ കമ്പൊക്കെ ഉണ്ട്, ഇതൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞു വരും. ഇതൊക്കെ ദ്രവിച്ച് നല്ല രീതിയിൽ ദ്രവിച്ച് വരുന്നുണ്ട്. അപ്പം നമ്മൾ കരിയില ചുമ്മാതെ ഇട്ട് നമ്മൾ പോട്ടി മിക്സ് സാധാരണ നമ്മൾ നിറയ്ക്കാറുണ്ട്. പക്ഷെ അപ്പം ആ ഒരു കരിയില നമ്മൾ ഈ ഒരു അവസ്ഥയിലാക്കി എടുക്കാനായിട്ട് കുറച്ച് സമയം വരും. അപ്പോൾ അതിൻ്റെ വളർച്ചയും നമ്മളിങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മളാക്കിയെടുത്തിട്ട് നമ്മൾ ചെടി നടുമ്പോഴുള്ള അവസ്ഥയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീട്ടിൽ ചുമ്മാതെ കിടക്കുന്ന കരിയില നമുക്ക് ഇതുപോലെ ഒരു ചാക്കിനകത്ത് ആക്കി വെച്ചിട്ട് കുറച്ച് കഞ്ഞിവെള്ളം നമ്മളതിനകത്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ചാണകവെള്ളം കലക്കി ഒഴിക്കുകയോ ചെയ്താൽ മതി. നല്ല രീതിയിൽ നമുക്കൊരു കമ്പോസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ പരിഗണിക്കണേ.